നാണമില്ലല്ലോ അയാൾക്ക്. ആൾക്കാരെ വിളിച്ചിട്ട് നിന്റെ ഭർത്താവാണെന്ന് പരിചയം. ചന്ദ്രികയുടെ ബന്ധുവെന്ന പേരിൽ നാട്ടുകാരോട് സൗഹൃദം സ്ഥാപിക്കുന്ന ചെവള ചന്ദ്രികയ്ക്കും അർച്ചനയ്ക്കും ശല്യമായി മാറുന്നു. അയാളെ എന്തായാലും ഇവിടെ നിർത്തില്ല. ജീവിതം അവളെ പോലെ ഉള്ളവർക്ക് ഇഷ്ടപ്പെട്ട പുരുഷനൊപ്പം ജീവിക്കാൻ തയ്യാറായ അനുപമ അർച്ചനയെ പോലെയല്ല എന്ന് സുധി. അവനെന്താ വേറെ പെണ്ണിനെ കിട്ടില്ലേ? സ്നേഹിച്ച പുരുഷന്റെ കൂടെ പോയി അവളുടെ ഭാഗം പിടിക്കാനാ എനിക്ക് തോന്നുന്നത്. സ്ത്രീകൾ മാത്രമുള്ള വീടല്ലേ? ചെവളയെ പുറത്താക്കാനെത്തിയ കാർത്തിയായനിയോട് അർച്ചനയെയും കൊണ്ടേ പോകുമെന്ന് ചെവള. എനിക്ക് ഇഷ്ടമല്ല. എങ്കിൽ അർച്ചന എനിക്ക് വിട്ടുകാടി, ഞാൻ അവളെ കൊണ്ട് പേരെടുപ്പിച്ചോളാം. രാഘവ, നീ നടക്കുന്ന കാര്യം വല്ലതും പറ. നീ പറയുന്ന ആ നടക്കാത്ത കാര്യം. അപ്പോ നീ പോകില്ല? അർച്ചനയെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. ഞാൻ തിരിച്ചു പോകുന്നെങ്കിൽ കൂടെ അവിടെ ഉണ്ടായിരിക്കും. രാഘവ, ഇതൊരു നാട്ടിൻപുറവാ. നീ ഇവിടെ കയറി താമസിച്ച ചന്ദ്രി നാട്ടുകാരോട് എന്തു പറയും? ആ, അതോർത്ത് നീ വിഷമിക്കണ്ട. നാട്ടുകാരോടൊക്കെ പറയേണ്ട പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു പട്ടാളക്കാരനാണെന്നും ഭാര്യയും കൊണ്ട് പ്രസവത്തിന് വന്നതാണെന്നോ പറഞ്ഞത്. നീ എന്താടി എന്നെ കുറിച്ച് കരുതിയത്? അതെ, ആംബ്രോസിന്റെ പെങ്ങളാ ചന്ദ്രി. അവൻ ഇടഞ്ഞു നിൽക്കുക. എനിക്ക് അവനെ വെറുപ്പിക്കാൻ പറ്റില്ല. അതിനെനിക്കെന്താടി, നീ അവനെ തലയിലെടുത്ത് വെച്ചോ. അല്ല, നിന്നെ പറഞ്ഞു വിടണമെന്ന് അവൻ പറഞ്ഞത്. മൂക്ക് ഒലിപ്പിച്ച് നടക്കുന്ന അവൻ പറയുന്നതാണോ നിനക്ക് വേദവാക്യം? അവനോട് പോവാൻ പറയടി. ഇങ്ങോട്ട് വാടാ. ഇവനോടൊന്നും പറഞ്ഞാലും മനസ്സിലാവില്ല. രാഘവ, നിന്നെ ഞാൻ ചതിക്കില്ല. നീ തിരിച്ചു പോ രാഘവ. നിന്റെ കാല് ഞാൻ പിടിക്കാം. നിനക്ക് ബുദ്ധിയില്ലെന്നേ ഞാൻ പറയൂ. എടി, നീ അവളുടെ കൊച്ചിനെ SP കൊടുത്ത് കാശ് വാങ്ങാനല്ലേ കൊണ്ടു നടക്കുന്നത്. അയാളെ വിളിച്ചു വരുത്തി മുന്നിൽ ചെന്ന് നിന്ന് വില പേശാനുള്ള ധൈര്യം നിനക്കൊണ്ടോടി കാർത്തേനി? അയാളെയും കൂടെ വരുന്ന പോലീസുകാരൻ കണ്ട നിന്റെ മുട്ടിടിക്കും. പിന്നെ നീ പുറം ലോകം കാണത്തുമില്ല, കൊച്ചിനെ അവർ കൊണ്ടുപോവുകയും ചെയ്യും. നിനക്കിപ്പോ വേണ്ടത് കൂടെ നിൽക്കാൻ മനക്കരുത്തുള്ള ഒരുത്തനടി. അത് നിന്റെ ബാലായി നടക്കുന്ന ആ ചക്കനെ കൊണ്ടൊന്നും പറ്റില്ല. അല്ല, നീ എന്താ പറഞ്ഞു വരുന്നത്? നിനക്കത് ഇതുവരെ മനസ്സിലായില്ലേ? നിന്റെ കൂടെ ഞാനുണ്ടെങ്കിൽ നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും. വില പേശി കാശ് വാങ്ങി ഞാൻ നിന്റെ കയ്യിലോട്ട് തരും. അതിൽ നിന്ന് ചില്ലിക്കാശ് നീ എനിക്ക് തരണ്ട. പിന്നെ പെണ്ണിനായിട്ട് ഞാൻ തരാമെന്ന് പറഞ്ഞ തുക അത് നിനക്ക് തരും. ഞാൻ അവളെ കൊണ്ടുപോകുന്നേ കാശ് ഉണ്ടാക്കാനടി. നിന്നെ ചതിക്കേണ്ട കാര്യം എനിക്കില്ല. പോലീസുകാരൻ്റെ വായി ചെന്ന് തല വെച്ച് കൊടുക്കണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്ക്. നീ ചെക്കനെ പിടിച്ചോണ്ട് പോകാൻ നോക്ക്. ഞാനേ ഒന്ന് കുളിക്കട്ടെ. അയാൾ എന്ത് പറഞ്ഞു ചേച്ചി? വൈകിട്ടവൻ പോകാന്ന് പറഞ്ഞു. നീ വണ്ടി എടുക്കടാ. രാത്രി ഒരു 2-2:30 മണിയാവുമ്പോൾ മറുഭാഗത്തുനിന്ന് 3 റൗണ്ട് വെടി തുടങ്ങും. ഒരു ലക്ഷ്യമില്ലാതുള്ള വെടിവെപ്പ. എൻ്റെ പിള്ളേർ വിടുവോ? അവർ 6 റൗണ്ട് തിരിച്ചടിക്കും. പിന്നെ ഒച്ച അനക്കും ഒന്നും ഉണ്ടാവില്ല. കുറഞ്ഞത് അവരുടെ കൂട്ടത്തിൽ ഒരു 7-8 തീർന്നിട്ടുണ്ടാവും. അപ്പൊ അതിർത്തിയിലൊന്നും വെടിവെപ്പാണല്ലേ? ഡെയിലി വെടിവെപ്പാ. ഇതൊന്നും പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങളൊക്കെ നമിക്കണം സാറേ. ജീവൻ പണയം വെച്ച് ഞങ്ങൾ അവിടെ കിടക്കുന്നതിനാ? നിങ്ങളൊക്കെ സമാധാനത്തോടെ വീട്ടിൽ കിടന്നുറങ്ങാൻ. നാട്ടുകാരെ വിളിച്ചിരുത്തി അയാൾ മദ്യസൽക്കാരം നടത്തുക. എന്റെ വീട്ടുമുറ്റത്തിരുന്ന് ആരൊക്കെ കള്ളു കുടിക്കുന്നതും എനിക്ക് കാണേണ്ടി വന്നു. കുട്ടികളുടെ അച്ഛൻ ഇന്നേ വരെ ഈ വീട്ടിൽ മദ്യം കൊണ്ടുവന്നിട്ടില്ല. ഞാൻ അതിന് സമ്മതിച്ചിട്ടുമില്ല. സാറേ, വെള്ളം തീർന്നു. എടി ചന്ദ്രിക, കുറച്ച് വെള്ളം അച്ചാറും കിടന്നു വാടി. ഈശ്വര, ഒരു ഊരാക്കുടിക്കലാണല്ലോ ഞാൻ ചെന്ന് പെട്ടത്. ഏത് സമയത്താ എനിക്കിങ്ങനെ ഒരു ബുദ്ധി തോന്നിയത്? ചന്ദ്രിക, വെള്ളം കൊണ്ടുവാടി. അച്ചാറില്ലടി. അത് തീർന്നു. എടി ചന്ദ്രി, നിനക്ക് ഇങ്ങനെ ഒരു ആങ്ങളുള്ള കാര്യം ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോടി. സത്യം പറയാലോ, ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ലായിരുന്നു. അതെ, എന്താ വെച്ചാ
നീ അവിടെ നിൽക്ക്, വന്ന്. അതെ, എൻ്റെ ചെറിയമ്മയുടെ മോളായവള്. പഠിക്കാനൊക്കെ ബഹു മിടിക്കുകയായിരുന്നു. 10 കഴിഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചോളാന്ന് വാക്ക് കൊടുത്തതാ. പക്ഷേ ഇവളെ കെട്ടിച്ചു വിടാനായിരുന്നു അവർക്ക് താല്പര്യം. പഠിച്ചിരുന്നെങ്കിൽ എവിടെ ചെന്ന് നിൽക്കേണ്ട പെണ്ണായിരുന്നെന്നോ. ഞാൻ മുഷിയാനുള്ള കാരണം അതാ. ഇവളുടെ കെട്ടിയോ മരിച്ചതിന് ശേഷമാ പിള്ളേരുടെ പഠിപ്പിനും വട്ടച്ചെലവിനും ഒരു തുക മാസം തോറും ഞാൻ അയച്ചു കൊടുക്കാൻ തുടങ്ങിയത്. വലിയ മനസ്സാ സാറിൻ്റെത്. എനിക്ക് ഇവിടെ പിള്ളേരെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ? ചന്ദ്രിക്കും പിള്ളേർക്കും ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഇനി ഈ നാട്ടുകാരൊന്നറിയും. ആ ആ അപ്പോ നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? അതിർത്തിയിലെ വെടിവയ്പ്. ആ, വെടിവെപ്പ് തന്നെ. വെടിവെപ്പിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ചേച്ചി, മാമൻ കള്ളുടിക്കുക. വേറെ 2 പേരുണ്ട് ചേച്ചി. മക്കൾ അങ്ങോട്ടൊന്നും പോണ്ട. മാമനോട് കള്ളുടിക്കണ്ടെന്ന് ചേച്ചി ഒന്ന് പറ. കള്ളുടിയന്മാരെ എനിക്ക് പേടിയാ. എന്റെ ദൈവമേ, ഇതിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? കുടിയന്മാരെ സൽക്കരിക്കേണ്ട വിധി എനിക്ക് വന്നു. അയാൾക്ക് ഇവിടെ കൂടുതൽ ദിവസം നിൽക്കാൻ പറ്റില്ല ചേച്ചി. ഇവിടെ നിന്ന് മടുക്കുമ്പോ അയാൾ പൊയ്ക്കോളും. അത് നിനക്ക് തോന്നുന്നതാ. എന്നെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കി അയാൾ വന്നത്. നമ്മൾ കരുതുന്ന പോലെ ഒന്നും അല്ല. ആര് വിചാരിച്ചാലും അയാളെ പറഞ്ഞുവിടാൻ പറ്റില്ല. വീണ്ടും വിളിക്കുക. കുടിച്ച് ലെക്ക് കേട്ട അയാളുടെ മുന്നിലേക്ക് ഞാൻ എങ്ങനെ പോകും? ചെല്ലമ്മേ, അല്ലെങ്കിൽ മാമ ഇങ്ങോട്ട് കേറി വരും. കുടിക്കാതിരുന്ന മാമന് നല്ല സ്നേഹ. കുടിക്കരുതെന്ന് ചേച്ചി ഒന്ന് പറഞ്ഞ മാമൻ കേക്കും. പിള്ളേരൊക്കെ എവിടെടി? അവരകത്തുണ്ട്. ആ, അർച്ചന നിങ്ങളെ വിളിച്ചോടി? വിളിച്ചിട്ടൊന്നുമില്ല. അവള് വിളിച്ചാലും നീയൊന്നും എന്നോട് പറയില്ല. അർച്ചനയെ കൈ കിട്ടിയാൽ SP കൊടുക്കാൻ നടക്കുന്നവനല്ലേ ഞാൻ. അച്ചേച്ചി വിളിച്ചിട്ടൊന്നുമില്ല. വിളിച്ച അച്ഛനെ വിളിക്കുന്നത് എന്തിനാ? ഒളിക്കോടി, അതെനിക്ക് നന്നായിട്ടറിയാം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയല്ലേ. നീയൊക്കെ ഒന്ന് ഓർത്തോ, കാർത്തിയാനിയുടെ കൈപ്പിടിയിൽ അവളിപ്പോ. അവളെ വെട്ടിച്ച് അർച്ചനയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും പോലെയാ നിന്റെയൊക്കെ പ്രവൃത്തി. നിങ്ങൾ എന്തിനാ ഇങ്ങനെ തട്ടിക്കേറുന്നേ? അവള് വിളിച്ച ഞാനിവിടെ നിൽക്കുവോ? അച്ചുവച്ചിയുടെ ഡേറ്റ് എടുത്തു. ഇപ്പൊ ഏതെങ്കിലും ഹോസ്പിറ്റലിലാണോ എന്ന് പോലും അറിയില്ല. എന്തായാലും ചുറ്റുവട്ടത്തെ ആശുപത്രിയിലൊന്നും കാർത്തിയാനെ അവളെ കൊണ്ടുപോകില്ല. എനിക്കറിയാം അവള് മനസ്സിൽ കാണുന്നത് എവിടെയാണെന്ന്. അവളെ ആശുപത്രി കൊണ്ടുപോകുമെന്ന് തന്നെ ആർക്കറിയാം? അങ്ങനൊന്നും പറയല്ലേ അമ്മേ. തിരുവനന്തപുരത്തേക്ക് കാർത്തിയാനെ അവളെ കൊണ്ടുപോകൂ. ഇനിയിപ്പോ ഞാൻ പണിക്കൊന്നും പോകുന്നില്ല. എവിടെ പോയാലും അവളുടെ പിന്നാലെ ഞാനും ഉണ്ടാവും. നമുക്കച്ഛന് സംശയമുണ്ടെന്ന് മനസ്സിലായി. ഇത്ര പെട്ടെന്ന് അച്ഛൻ വരുമെന്ന് കരുതിയില്ല. അച്ചുവച്ചി വിളിക്കുന്നത് എന്റെ ഫോണിലല്ലേ. വിവരം അറിഞ്ഞ ഉടനെ അച്ഛനെയും കൊണ്ട് നമുക്ക് പോയേ പറ്റൂ. ചതിക്കാനാ അച്ഛന്റെ തീരുമാനമെങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. തീരുമാനിക്കാൻ എനിക്കൊന്നുമില്ല. പിന്നെ എന്റെ ശവമേ അച്ഛൻ കാണും. ഞാനൊന്ന് മയങ്ങിപ്പോയി. വെറും മയക്കമല്ല, താൻ നല്ല ഉറക്കത്തിലായിരുന്നു. സോറി സുധി, ഓരോന്ന് ഓർത്ത് കിടന്ന് ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. പിന്നെ യാത്രക്കിടയിൽ നമ്മുടെ സംസാരവും കുറവായിരുന്നല്ലോ. കുറേ ദൂരം വന്നപ്പോൾ ബോറടിച്ചു.
നമ്മളേതാണ്ട് മൂന്നാർ എത്താറായി സുധി. സത്യത്തിൽ മൂന്നാറിലേക്കുള്ള യാത്രകളാ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഇവിടുത്തെ മഞ്ഞും മഴയും കുളിരും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട മനസ്സിന് സന്തോഷമാണ്. പറഞ്ഞു താൻ കവിത എഴുതുവോ? സുധി ടയേർഡായോ? ഏയ്, ഡ്രൈവ് ചെയ്യുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. അല്ല, ഇനിയിപ്പോ എത്ര ദൂരം കൂടെ വരും? ഏറിയൊരു 10 കിലോമീറ്റർ. വെള്ളം വേണോ? വേണ്ട. വിവാഹം കഴിഞ്ഞ് കുറെ ദിവസം ഇവിടെ വന്ന് താമസിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. നിരഞ്ജനെ പറഞ്ഞിരുന്നതായി ഞാൻ ഓർക്കുന്നു. അതിനിടയിലല്ലേ എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത്. അതെ. പിന്നെ സുധിയുടെ മനസ്സറിഞ്ഞതോടെ എൻ്റെ ആ മോഹം പോയി. വെറുതെ 2 വ്യക്തികളായി വന്ന് താമസിച്ചിട്ട് എന്ത് കാര്യം? അതിനുവേണ്ടി നമ്മൾ ഇത്രയും ദൂരം വരേണ്ടതുണ്ടോ? അവിടുത്തെ 4 ചുമരുകൾ പോരെ? പക്ഷേ നമ്മുടെ കുഞ്ഞുമായിട്ടുള്ള താമസം അങ്ങനെയായിരിക്കില്ലല്ലോ. ഇനിയല്ലേ നമ്മൾ ശരിക്കും ജീവിച്ചു തുടങ്ങുന്നത്. പിന്നെ ഇവിടെ നല്ല ഹോസ്പിറ്റലൊക്കെ കാണില്ലേ? ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കണം. സുധി അതിലൊന്നും ടെൻഷൻ ആവണ്ട, ഞാനതൊക്കെ മാനേജ് ചെയ്തോളാം. എന്നാ സംസാരിച്ചിരുന്ന സമയം കളയണ്ട. മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തന്നെ നമുക്ക് മടങ്ങണം. നമുക്ക് പോയാലോ? ശരിയാ, കുറച്ച് കഴിയുമ്പോ ഇവിടെ നല്ല തണുപ്പ് തുടങ്ങും. പോവാല്ലേ? கொஞ்சம் அமைதியாயிருடா. நான் வரேன். சரி சரி വെച്ചോ. വേഗം പോ പിള്ളേരെ, ബെല്ലടിക്കാറായി. ചെല്ല്. എടീ, കൊച്ചുങ്ങളെ തനിച്ചാണോ നീ സ്കൂളിൽ വിടുന്നത്? ഞങ്ങൾ ഇന്ന് തനിച്ചാ മാമ പോകുന്നേ. അയ്യോ, മക്കള് തനിച്ചു പോകണ്ടാ, മാമൻ കൊണ്ടുവിടാ. വേണ്ട വേണ്ട, അവര് പൊയ്ക്കോളും. നിങ്ങൾ എന്റെ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടണ്ട. അത് നീ പറഞ്ഞ പോരലോടി. ദേ, അവരുടെ മാമനാ ഞാൻ. നിങ്ങൾ ഇവരുടെ മാമനും അല്ല കോമനും അല്ല. ദേ പോ മക്കളെ. മക്കളോട് ഞാനെന്താടി ഈ പിള്ളേരെ പിടിച്ച് തിന്നു? ഇവരെ ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുവിടും. കേട്ടോടെ അർച്ചനെ, ഈ പിള്ളേരെ ഞാൻ സ്കൂളിൽ കൊണ്ടുവിടുന്നത് ഇവർക്ക് ഇഷ്ടമല്ലാന്ന്. നിങ്ങൾ നിങ്ങളുടെ പാട് നോക്ക്. നോക്കി നിൽക്കാതെ പോ പിള്ളേരെ. നീ ധൈര്യം കൊണ്ട് തടയടി. മക്കളെ, മാമ സ്കൂളിൽ കൊണ്ടുവിടാട്ടാ. ആ ബാങ്ക് എടുക്കും. അത് കൊടുത്തോ. വാ വാ. ഈശ്വര, ഇയാള് എന്റെ കുട്ടികളെ സ്കൂളിൽ എത്തിച്ചാ മതിയായിരുന്നു. അയാൾ ഇതൊക്കെ ചെയ്യുന്നതേ നിന്റെ പ്രീതി പിടിച്ചു പറ്റാനാ. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? നീയും എന്റെ കൂടെ വന്ന് കണ്ടതല്ലേ. അവിടുന്ന് പോകാൻ ഞാൻ അവന്റെ കാല് വരെ പിടിച്ചതാ. അവന്റെ സ്വഭാവം നിനക്കറിയാലോ. ഒന്ന് തീരുമാനിച്ചിറങ്ങിയ ആര് പറഞ്ഞാലും കേൾക്കുന്നവനല്ല ചവള. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും അവനെ അവിടെ നിർത്താൻ പറ്റില്ല. എന്റെ പെങ്ങടെ വീടാത്. 8 പൊട്ടും തിരിയാതെ 2 പെങ്കൊച്ചുങ്ങളാ ചേച്ചിക്കുള്ളത്. ഒരു ചീത്തപ്പേര് കേൾപ്പിക്കാതെയാ ചേച്ചി കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്. ചെവള ഒരു വൃത്തിയിട്ടവനാ. അമ്മയെന്നോ പെങ്ങളെന്നുള്ള ചിന്തയൊന്നും അവനില്ല. എന്റെ ചേച്ചിയുടെ വീട്ടിൽ അവനെ താമസിപ്പിക്കാൻ പറ്റില്ല. പോകാൻ പറഞ്ഞിട്ടും അവൻ പോകാതിരുന്നാൽ ഞാൻ എന്ത് ചെയ്യും? അവനെ അവിടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നതാണോ നീ പറയുന്നത്? ഒരറിയിപ്പും കൂടാതല്ലേ അവൻ വന്നേ? അർച്ചനെ കൊണ്ടുപോകാനല്ലേ അവൻ വന്നത്. അവളെ ഇങ്ങോട്ട് കൊണ്ടുപോയി ചേച്ചി. ചെവളയും കൂടെ വരട്ടെ. ചെവള കൂടെ ഉണ്ടെങ്കിലേ ചേച്ചി ആരെ പേടിക്കാനാ?
ചന്ദ്ര ചേച്ചി ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും. കാര്യങ്ങളുടെ ഗൗരവം അറിയാതാ നീ സംസാരിക്കുന്നത്. ഇവിടെ നിർത്താൻ പറ്റാത്തോണ്ടല്ലേ രാത്രി ഇവിടുന്ന് അങ്ങോട്ട് സ്ഥലം മാറ്റിയത്. അവൾ എവിടെയുണ്ടെന്ന് രായപ്പന് പോലും അറിയില്ല. അവളെ തിരിച്ചു കൊണ്ടുവന്ന രായപ്പൻ ഏത് സമയം ഇവിടെ കയറി വരും. എനിക്കിപ്പോ പ്രധാനം ചെവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളതാ. അതിന് വേണ്ടത് ചേച്ചി ചെയ്തേ തീരൂ. അർച്ചന ഇങ്ങോട്ടെന്നല്ല മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പം മാറ്റാൻ പറ്റത്തില്ല. ഞാനതിന് ശ്രമിച്ച അവളെ കൊണ്ടുപോകാൻ ചെവള മുന്നിട്ടിറങ്ങും. എന്റെ കയ്യിൽ നിന്ന് അവളെ അവൻ കൊണ്ടുപോവുകയും ചെയ്യും. നമ്മൾ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചില്ലേടാ. ഇനി കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. ചേച്ചിക്ക് അതൊക്കെ പറയാം. അവൻ അവിടെ ഉള്ളപ്പോ എനിക്ക് സമാധാനത്തോടെ കഴിയാൻ പറ്റില്ല. എന്നാ നീ ചെന്ന് അവനെ പറഞ്ഞു വിടറാ. അവനോടത് പറയാനുള്ള അധികാരം നിനക്കുണ്ട്. പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നീ ചെന്ന് പറ. അയാൾ ഇതുവരെയും കണ്ടില്ലല്ലോ ചേച്ചി. ഞാനും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. സ്കൂളിലേക്കാണ് എൻ്റെ മക്കളെ കൊണ്ടുപോയതെന്ന് ആർക്കറിയാം. തിരക്ക് ഞാനിനി എങ്ങോട്ട് പോകും? എടി ചന്ദ്രി, ചേച്ചി ചന്ദ്രിയേ, ഒന്ന് ഇറങ്ങി വന്നേടി. നിന്റെ മക്കളെ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തിയിട്ടാ ഞാൻ വരുന്നത്. പെടക്കണ മീന, വിലയൊന്നും ഞാൻ നോക്കില്ല. ഇതെന്തിനാ? ഇതെന്തിനാന്നോ? ചൂരമീൻ നീ കണ്ടിട്ടില്ലടി. നിങ്ങൾക്ക് കറി വെച്ച് തരാനൊന്നും എനിക്ക് പറ്റില്ല. നീ എനിക്ക് കറി വെച്ച് തരണ്ട. ഇവക്ക് വേണ്ടിയാ ഞാൻ വാങ്ങിയത്. പിന്നെ കുറച്ച് വറുത്തുകൂടി എടുത്തു. എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? പിടിക്കടി, കൊണ്ടുകൂടെ അത്. നീ അവിടെ നിൽക്കണേ അർച്ചനെ. നിനക്ക് വേറെന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുണ്ടെ പറയണം. എനിക്കൊന്നും വേണ്ട. നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനവിടെ നിന്ന് പോകുന്ന പിന്നെ ദിവസവും വരുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. പക്ഷേ നീയല്ലേ എനിക്ക് വലുത്. എനിക്കതൊന്നൊരു വിഷയമല്ല. നിനക്ക് വേണ്ടി വാങ്ങിയതാ. വെറുതെ ഇരുന്ന് ബോറടിക്കുമല്ലേ, കൊണ്ടുപോയി വായിക്കേ. ഇത് പിടിക്കടി. ചെല്ലേ, മുറി ചെന്നിരുന്ന് വായിക്കും. வணக்கம். എങ്ങനുണ്ട്? பியூட்டிஃபுல். வணக்கம்மா, பார்த்து ரொம்ப நாளாச்சு. സുഖല്ലേ അഴകേശന്? ஆமாம்மா. സുധി, ഇത് അഴകേശൻ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അഴകേശനാ. வணக்கம் சார். അഴകേശന് മലയാളം അറിയോ? தெரியும் சார், கொஞ்சம். வாமா, உள்ளே போலாம். വാങ്ങമ്മ. സുധിയോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ ബംഗ്ലാവ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പുതുക്കി പണിഞ്ഞ് അച്ഛൻ ഇതിന്റെ പ്രൗഢിയൊക്കെ കളഞ്ഞു. അച്ഛന്റെ സുഹൃത്തുക്കൾക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കാനാ ഇങ്ങനെയൊക്കെ ചെയ്തേ. ഇപ്പോ പേര് മാത്രം ബാക്കിയുണ്ട്. നിരഞ്ജനയ്ക്ക് കുഞ്ഞിനും താമസിക്കാൻ ഇതാ കൂടുതൽ സേഫ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാ. മുമ്പ് മേൽക്കൂര ആസ്പെറ്റോ ഷീറ്റ് ആയിരുന്നു. ജനലുകൾക്ക് വേണ്ടത്ര ബലവും ഇല്ലായിരുന്നു. ആഹാ, അഴകച്ചൻ ഇത്ര പെട്ടെന്ന് ചായ ഉണ്ടാക്കി? തയ്യാർ പണി വെച്ചിരുന്നേ സാർ. അത് നന്നായി. മനസ്സുകൊണ്ട് ഞാനിപ്പോ ഒരു ചായ ആഗ്രഹിച്ചതേ ഉള്ളൂ. നല്ല ചായ. താങ്ക് യു സാർ. എപ്പ കുടിവരെ പോരുങ്ക? ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ വരും. ഒരു വാരം ഇരുപ്പുങ്ങളാ? ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് നോക്കട്ടെ. സുഖമായി തോന്നിയാ കുറച്ച് ദിവസം ഉണ്ടാവും. என்னென்ன சௌகரியம் வேணும்னு சொன்னா போதும். 6 மாசத்துக்கு முன்னாடி பெயிண்டிங் பண்ணியாச்சு. கஷ்டனும் பெத்தும் மாத்தணும். பாத்ரூமில் இன்னும் கொஞ்சம் வேலை இருக்கு. எல்லாம் சீக்கிரமா முடிச்சிடுவேன். കിച്ചൺ എങ്ങനെ? തനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചൊന്ന് പറഞ്ഞു കൊടുക്ക്.
വാങ്ങമ്മ ഉള്ള പോറാ. സുധി വരുന്നില്ലേ? താൻ ചെല്ല്, ഞാൻ ഈ ചായ ഒന്ന് കുടിച്ചോട്ടെ. നീ എന്താടി ആളെ പേടിപ്പിക്കുന്നു? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? പുറത്തു പോ. ഓ ആ, നല്ലൊരു മീൻ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് ചീഞ്ഞു പോയോന്ന് നോക്കാൻ വന്നാടി. നീ കത്തി മാറ്റി പിടിക്കേ. നിങ്ങൾ മാറിപ്പോകുന്നുണ്ടോ? ഞാൻ ഇവിടെ നിന്നാ നിനക്കെന്താ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ, കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നീ സഹിക്കണം. ചുമ്മാ അല്ലല്ലോ, നിന്റെയും മക്കളുടെയും കാര്യം ഭംഗിയായിട്ട് നടന്നു പോകുന്നില്ലേ? അതുകൊണ്ട് സഹിച്ചേ പറ്റൂ. നീ മീൻ വെട്ടടി, ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾ ഇറങ്ങിപ്പോകാതെ ഞാൻ ഒരു പണിയും ചെയ്യില്ല. ആ, നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. നിന്റെ കെട്ടിയോൻ പോയ പിന്നെ നീ ആണുങ്ങളെ കണ്ടിട്ടില്ല. ഞാൻ മാനവും മര്യാദയായിട്ടാ ജീവിക്കുന്നത്. ഓ, നീ ഈ പറയുന്ന മാനം എന്ന് വെച്ചാൽ എന്താടി? പെണ്ണിന്റെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ആ ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഗർഭിണിയായ ഒരു പെണ്ണിനെ നോട്ടോട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരില്ലായിരുന്നല്ലോ. മാനവും കെട്ടിപ്പിടിച്ചിരുന്നിട്ടാണോടി അവള് ഗർഭിണിയായത്? അവളുടെ കയ്യിലിരിപ്പിന്റെ ഫലമാ ഇപ്പൊ അനുഭവിക്കുന്നത്. അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാനാ ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. അത് നിങ്ങളുടെ കാര്യം. ഇവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പോയില്ല, നീ എന്ത് ചെയ്യും? ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. ആ, നീ ഇവിടുന്ന് എങ്ങും പോവില്ല. ദേ, എന്നെ വാശി പിടിപ്പിക്കല്ലേ. ഇങ്ങനെ എന്നെ കൊണ്ടുപോകുന്നതാണ് നിനക്ക് നല്ലത്. ദേ, നിന്റെയും പിള്ളേരുടെയും കാര്യം നോക്കാൻ ഒരാളായെന്ന് നാട്ടുകാരൊക്കെ അറിഞ്ഞു. പുറത്തോട്ടിറങ്ങിയപ്പോ എന്തായിരുന്നു സ്വീകരണം? ആ വായി നോക്കികളെ വിളിച്ചിരുത്തി ഞാൻ സൽക്കരിച്ചത് അതിനാടി. നീ എന്നെ ചൊറിയാതെ നിന്നാ ഈ സെറ്റപ്പിൽ നമുക്കങ്ങ് ജീവിച്ചു പോകാം. അല്ലെങ്കിലേ അർച്ചന ഇവിടെയുള്ള കാര്യം ഞാനങ്ങ് മറക്കും. എന്റെ മുമ്പിൽ നീയല്ലാതെ ഇത്രയും നേരം ഒരു പെണ്ണും സംസാരിച്ചു നിന്നിട്ടില്ല. ആ, ഇനി ഒരു കാര്യം കൂടി പറയാം. നിന്നെയും കണ്ടിട്ടാടി ഞാൻ വന്നത്.